ഇട ജാൻസി റാണി ഇട്ട് തന്ന് ഞമ്മളെ രക്ഷപ്പെടുത്തിയ പൊന്നാര മോനെ. പക്ഷേങ്കിൽ ആ റാണി തന്നെ നേരിട്ട് വന്നെന്റെ ശൈത്താനേ. എന്തായി ശങ്കിച്ചു നോക്കുന്നേ? മനസ്സിലായില്ലേ എന്നെ? കൃഷ്ണഭർത്തെ ജാൻസി റാണി, അതാണല്ലോ നിങ്ങൾ എനിക്ക് കൽപ്പിച്ച പേര്. അയ്യോ, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തങ്ങോട്ട് പറഞ്ഞു പോയതല്ലേ. അബദ്ധായി ഇന്നിപ്പോ അങ്ങോട്ട് തോന്നുന്നു. കാരണം യഥാർത്ഥ ജാൻസി റാണി ഒരു പടയുടെ മുമ്പിലും തോറ്റ് പിന്മാറിയിട്ടില്ലല്ലോ. ഒരുതി അങ്ങോട്ട് നേടിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒടുവിലൊരു വീരചരമവും. ഇതങ്ങനെയല്ലല്ലോ, വാലും ചുരുട്ടി ഓടുകയായിരുന്നില്ലേ കൃഷ്ണപുരത്തെ ആൺപടയുടെ മുമ്പിലെ. എന്താ സുലൈമാൻ തിരുമേനി? ഈ പറഞ്ഞ ആൺപടയുടെ നേതാവ് താങ്കളാണല്ലോ, ശത്രുപക്ഷത്തിന്റെ അച്ഛൻ. പക്ഷേ ഈ നേതാവിന് ഇന്നലെ കവലയിൽ കാണിച്ച പോലെ തട്ടുപൊളിപ്പം വിദ്യകളെ വശമുള്ളൂ. നെഞ്ചു വെച്ച് നിന്ന് പോരാടാനുള്ള ചങ്കൂറ്റുണ്ടോ? എന്താ നീ ഉദ്ദേശിച്ചത്? പറയാം. അച്ഛനോടുള്ള ശത്രുത ഇവിടുത്തെ ബാലഗോപാല ക്ഷേത്രത്തിന്റെ ഭരണത്തെ ചൊല്ലിയല്ലേ. അച്ഛന്റെ കൈവശമുള്ള ക്ഷേത്രത്തിന്റെ താക്കോൽ എന്നേക്കുമായി കൈക്കലാക്കണം. അതല്ലേ പരമമായ ലക്ഷ്യം. അപ്പൊ വന്നുടനെ ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞൂല്ലേ? അറിഞ്ഞു. താക്കോലിന്റെ സ്ഥാനം അച്ഛൻ കിടക്കുന്ന ആവണിക്കെട്ടിന്റെ തലയ്ക്ക് തന്നെയാണ്. അതെടുക്കാനുള്ള ചങ്കുറപ്പുണ്ടോ? നാവിൻ തുമ്പത്തെ വികട സരസ്വതിക്കൊപ്പം മഹാഭാരതത്തിലെ പാർത്ഥന്റെ ബുദ്ധിയും ശൗര്യവും ഈ പാർത്ഥനുണ്ടോന്ന് കാണട്ടെ. നിന്റെ അച്ഛനാ ഫൽഗുനൻ തമ്പിയുടെ ആവണിക്കട്ടിലിന്റെ അടിയിലിരിക്കുന്ന താക്കോലെടുത്ത് നിന്റെ കയ്യിൽ തന്ന നീ എനിക്ക് എന്ത് തരും? നിങ്ങളൊരാണാണെന്ന് സമ്മതിക്കും. അതുപോലെ എന്ത് തരും? എന്തും. സുലൈമാനെ എന്തും തരും. എല്ലാവരും നല്ല ഉറക്കമാ. എവിടെയെങ്കിലും ശബ്ദം കേട്ടാ അപ്പൊ നീ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണം. ഓക്കെ? എന്റെ ആണത്ത് അവൾക്ക് തെളിയിക്കണമല്ലേ? ഞാൻ ആണാണെന്ന് ഇന്ന് അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. അത് വേണം. കുഞ്ഞിഞ്ഞു എന്തിന് കുറ്റി തുറക്കാൻ? കൃഷ്ണ ഗുരുവായൂരപ്പാ, മോള് വന്ന ദിവസം ഞാൻ ഇന്ന് അവിടെയാ. ഇന്ന് ഒറ്റയ്ക്ക് കിടന്നാ മതി. നീ ഇവിടെ കിടന്നോണ്ടെന്തോന്ന് പറയാ? ഞാനിതങ്ങ് പൂട്ടുക. ഞാൻ എന്നേ പൂട്ടി. ചിമ്മിക്ക് ഇതാണോ പ്രശ്നം? ജിമ്മി, മോങ്ങാതെ അടങ്ങി കിടക്കേ. സൈലൻസ്. നിന്റെ ഗതി എന്നടാ എനിക്ക്. നീ ഒറ്റയ്ക്ക്, ഞാനും ഒറ്റയ്ക്ക്. നമ്മുടെ ഗതികേട് ആരറിയാൻ, ആര് കാണാൻ? ഓ, എന്തൊരു സ്ഥലം. ഇവിടെ നിൽക്കാൻ വയ്യ, കിടക്കാം. നീ ഇവിടെ തന്നെ വരുമെന്ന് എനിക്കറിയാം. പാടിയ വായും ആടിയ കാലും വെറുതെ ഇരിക്കില്ല. അതെന്റെ കൈയാടി. തിരിച്ചോടിക്കല്ലേ, തിരിച്ചോടിക്കല്ലേ. ഇതിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ കാല് പിടിക്കോ? മോളെ കെട്ടിക്കാറായി. എന്നിട്ടാ എഴുന്നേക്ക്, എന്തെങ്കിലും ആട്ടെ. വാ. ഇതെന്നാ തടി കൂടിയോ? ഇല്ലല്ലോ. കൂടിയോ? നീ പറഞ്ഞ ചങ്കൂറ്റം പാർത്ഥം കാണിച്ചിരിക്കുന്നു. മതിയാ? അയ്യോടാ, താക്കോലെടുക്കാൻ പോയ വീരൻ ജാൻസി റാണിയെ പൊക്കിക്കൊണ്ടുപോകുന്നു. നീ എന്താ പറഞ്ഞത്? അച്ഛൻ കിടക്കുന്ന ആവണിക്കട്ടിലിന്റെ അടിയിലാണ് താക്കോലെന്ന്. ആവണിക്കട്ടിലിന്റെ അടിയിൽ അല്ലടി താക്കോല്. അതിനേക്കാൾ നല്ല സേഫ് ലോക്കറിന്റെ അടിയിൽ. അതെവിടാ? കുന്തം പോയാ കുടത്തിലും തപ്പണമെന്നല്ലേ സുലൈമാനെ? കുടത്തിലാണോ പോയത്? ഉപ്പ കാണിച്ചു തരാം. എടീ, നീ മനസ്സിനകത്ത് കാണുമ്പോഴേ ഈ പാർത്ഥം മാനത്ത് കാണും. എന്നാ നിന്റെ അച്ഛന്റെ തലയുടെ അടിയിൽ തന്നെ കൊണ്ടുവച്ച് പണ്ടാറടങ്ങ്. എന്നെടുത്തെടുത്ത് തന്നെ വെച്ചേക്കാം. ഇത്തരം കുറുക്കു വഴി കൂടെ അല്ല പാർത്ഥനെ തോൽപ്പിക്കേണ്ടത്. പോടി അവിടെ പോകാനോ? അങ്ങനെ പറ്റില്ലല്ലോ. എടുത്തു കൊണ്ടുവന്ന പോലെ തന്നെ തിരികെ കൊണ്ടാക്കാൻ. സുലൈമാനെ കൊണ്ടാക്കടാ.
അത് പോരാ. പിന്നെ ആരാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അവർ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരും. അതിന് നിന്റെ മറ്റവൻ വരും. സുലൈമാനെ, എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞാനാണ് ഇവളുടെ മറ്റവൻ. എന്നാ ഞാൻ പോവില്ല. വേണ്ട, ഇവിടെ എങ്ങാനും കിടന്ന് പണ്ടാറടങ്ങ്. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ തന്നെ കിടക്കാൻ പോകും. സുലൈമാനെ, ഞാൻ ഇല്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. പെണ്ണെ, നിനക്കെന്നെ അറിഞ്ഞൂടാ. എന്റെ കൺട്രോൾ തെറ്റിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതെ അതെ, പണ്ട് ഇതേപോലെ ഇവന്റെ കൺട്രോൾ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ വിട്ട പാട്. അല്ലെങ്കിൽ ഞങ്ങൾ പോവാ. പൊങ്കുടി, ഇവിടെ എന്തെങ്കിലും നടക്കും. അയ്യേ ശവം. പൊങ്കുടി, പടക്കവും തീപ്പെട്ടി ഒരുമിച്ചിരിക്കുന്നത് പൊട്ടൂലേ? പൊട്ടട്ടെ. ഒന്ന് കുഴിച്ചു മുടിഞ്ഞ എന്റെ 16 അടിത്തരം കാണാൻ കോപ്പൂട്ടം നടക്കുന്നതോടൊപ്പം അവിടെ അന്തിയുടക്കം ഉരുമ്പെട്ടോൾ. അവനെ കുറിച്ചുള്ള എല്ലാ കഥകളും ഞാൻ നിന്നോട് പറഞ്ഞ, എന്നിട്ട് എന്നെ വിട്ടിയാക്കാൻ വിചാരിച്ചോ നീ? വിഡ്ഢിയായിക്കൊണ്ടിരിക്കുന്ന അച്ഛനാ. പാർത്തേട്ടനെ കുറിച്ച് അച്ഛൻ ധരിച്ചു വെച്ചിരിക്കുന്ന എല്ലാം തെറ്റാ. അച്ഛന് പാർത്തേട്ടൻ ശത്രുവാണെങ്കിലും എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാ നീ കാണുന്നത്? നിന്റെ കഴുത്തി താലി കെട്ടി കൂടെ പുറപ്പിക്കാൻ കൊണ്ടുപോകുന്നവനായിട്ടോ? എന്തോ കൈവശം തന്ന് പാട്ടിലാക്കിയിരിക്കണം നിന്നെ അവൻ, എന്നെ തോപ്പിക്കാൻ. ഒടുവിൽ ചണ്ടി പോലെ വലിച്ചെറിയോവൻ. നീ ചെവി നുള്ളിക്കോ. എന്തോടാണ് ഈ കുന്തം വിഴുങ്ങോലെ നോക്കിയിരിക്കുന്നത്? പറഞ്ഞ് മനസ്സിലാക്ക്. അതെങ്ങനെ വളർത്തിയത് നീയല്ലേ? പിന്നെ എങ്ങനെ തല തിരിയാതിരിക്കും മൂസേട്ടാ? ഇതോടെ വെച്ച് കെട്ടിക്കൊണ്ട് അമനിയോയുള്ള ബന്ധം ഇനിയും മുന്നോട്ട് പോയാ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കൊത്തിയരി ഞാൻ കുഴിച്ചു മൂടും. ഇവിടെ മാത്രമല്ല നിന്നെ. അച്ഛൻ ജീവിക്കുന്നത് അച്ഛന് വേണ്ടി മാത്രമാണെന്നും പാർത്ഥേട്ടൻ ജീവിക്കുന്നത് കൃഷ്ണഭർത്തകാർക്ക് വേണ്ടിയാണെന്നും മനസ്സിലാക്കാൻ ഞാൻ വൈകി. അമ്മാവനെ ഞാൻ ശത്രുപക്ഷത്ത് കാണുന്നതും അമ്മാവനുമായിട്ട് കൊമ്പ് കോർക്കുന്നതൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി തന്നെയാണ്. ഒരുപക്ഷെ ആ ശത്രുതയൊക്കെ നാളത്തോടെ തീരും. ഈ ക്ഷേത്രഭരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് നാളെ കോടതി വാദം കേൾക്കുകയല്ലേ. അതിന്റെ വിജയം ഈ നാട്ടുകാർക്കാവണമെങ്കിൽ കോടതി മുമ്പാകെ ഹാജരാക്കാൻ എനിക്കൊരു തെളിവ് വേണം. ദാ ഇത് കണ്ടോ, ഇതാണ് ആ തെളിവ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലകളാ. ക്ഷേത്രത്തിന്റെ ഭരണം നാട്ടുകാർക്കാണെന്ന് പ്രതിഷ്ഠാവേളയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എവിടുന്ന് കിട്ടി? ഞാൻ കട്ടെടുത്തതാ. ഇതിനകത്ത് നിലവറ പൊളിച്ചെടുത്തതാ. എന്റെ കൃഷ്ണ, എനിക്ക് ഭയം. എന്നാലേ ആ ഭയം എനിക്കില്ല. ഈ ക്ഷേത്രത്തിലെ ആഭരണങ്ങളൊക്കെ കട്ടുപിടിക്കാൻ അമ്മാവിന് ഭയമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? നാളെ ഞാനിത് കോടതിയിൽ ഹാജരാക്കും. മോഷണ കുറ്റത്തിന് എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ. പാർത്ഥേട്ടന്റെ വക്കീലിനും എടുക്കുണ്ടെങ്കിൽ ഈ മോഷണക്കുറ്റം പോലും ചിലപ്പോൾ ന്യായീകരിക്കാനാവും. അതിനെനിക്ക് വക്കീലില്ലല്ലോ. അല്ലെങ്കിലും സത്യം പറയാൻ എന്തിനാ വക്കീല്? അവിടെ പാർത്ഥേട്ടന് തെറ്റി. സത്യങ്ങളെക്കാൾ തെളിവുകളും ന്യായവാദങ്ങളുമാണ് കോടതിയിൽ പ്രധാനം. സ്വന്തം കക്ഷിയുടെ പിഴവുകൾ കോടതിക്ക് മുന്നിൽ വക്കീലിനെ ന്യായീകരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് വിജയം. അതിന് പാർത്ഥേട്ടന് ഒരു വക്കീലിന്റെ ആവശ്യമുണ്ട്. അത് ഞാനായാലും. അതെ, ഭാമ പാർത്ഥേട്ടന്റെ വക്കീലാവുകയാണ് എന്റെ അച്ഛനെതിരായി. ഈ താളിയോലകൾ മതി നമുക്ക് ജയിക്കാൻ. എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാൻ ഒന്നുകൂടെ തീരുമാനിച്ചു. അടുത്ത അഷ്ടമിരോഹിണിക്ക് നട തുറക്കുമ്പോ ഭാമ പാർത്ഥേട്ടന്റെ ആവും. എന്നെ വിശ്വാസാവുന്നില്ലേ? ഇനി വിശ്വസിച്ചേ മതിയാവും. നാളെ രാവിലെ കൃത്യമായി എത്തിക്കൊള്ളൂ. ഈ അമ്പലമുറ്റത്ത് നാട്ടുകാർക്ക് വേണ്ടി പാർത്ഥന്റെ വക്കീലായി ഭാമയുണ്ടാവും. അതെ, ഇനി എന്നും. OS 116/2007 വാദി പല്ലാരത്തെ വീട്ടിൽ പാർത്ഥസാരഥി, എതിർകക്ഷി പറക്കോട്ടഴികത്ത് ഫൽഗുനൻ തമ്പി. ബഹുമാനപ്പെട്ട കോടതിക്ക് തെളിവുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ക്ഷേത്രം നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ എന്തോ ചരിത്രരേഖകൾ ഉണ്ടെന്ന് കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞില്ലേ? പറഞ്ഞു ഉണ്ടല്ലോ. അതിപ്പോ ഹാജരാക്കാൻ കഴിയുമല്ലോ. യോർ ഓണർ, ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ എതിർകക്ഷിക്ക് കഴിയുമെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ എന്റെ കക്ഷിക്ക് സമ്മതമാണ്. എവിടെ തെളിവുകൾ? ഹാജരാക്കൂ. അല്ല, അത് പിന്നെ എന്താ തെളിവുകളില്ലേ? അതെ, ഞാൻ ഭാമയാണ്. അത് കോടതിക്ക് മുന്നിലല്ല, ഇവിടെ ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമയാണ്. എവിടെയാ തെളിവുകൾ? എന്താണ് ആ തെളിവുകൾ? ഞാൻ ഏൽപ്പിച്ചതല്ലേ? എന്ത്? ആ തെളിവുകൾ നിന്നെ ഞാൻ ഏൽപ്പിച്ചതല്ലെന്ന്. എതിർകക്ഷിയുടെ വക്കീലിനെ തെളിവേൽപ്പിക്കൂ. യോർ ഓർഡർ,
എന്റെ എതിർകക്ഷിക്ക് സമനില തെറ്റിയോന്ന് ഞാൻ സംശയിക്കുന്നു. മിസ്റ്റർ, ഇത് കോടതിയാണ്. സാർ എല്ലാ തെളിവുകളും ഞാൻ ഇവിടെ ഏൽപ്പിച്ചതാ. ഇവളെന്നെ ചതിച്ചതാ. കോടതിയുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ പാഴാക്കുന്നത്. ഇത് അനുവദിക്കാനാവില്ല. കോടതിയിൽ മാന്യമായിട്ട് പെരുമാറണം. എന്ത് മാന്യത? സത്യം ജയിക്കാനാണ് കോടതി. സത്യത്തിന്റെ മുമ്പിൽ കണ്ണടച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാനല്ല, ഇവളാ. അത് കാണാനുള്ള ഉൾക്കണ്ണ് കോടതിക്കാണ് ഉണ്ടാവേണ്ടത്. നിയമമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നീതി നടപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോടതിയെ സമീപിച്ചത്. സ്റ്റോപ്പ് ഇറ്റ്. കടുത്ത കോടതി ലക്ഷ്യമാണിത്. എന്ത് കോടതി ലക്ഷ്യം? കോടതി ജനങ്ങൾക്കുള്ളതാണ്. വക്കീലില്ലാതെ കേസ് ബാധിക്കാമെന്ന് സത്യം വിളിച്ചു പറഞ്ഞ അത് കോടതി ലക്ഷ്യമാവുമെങ്കിൽ സത്യം തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാത്ത ഈ കോടതിക്ക് ഒരു പുല്ല് വിലയും ഞാൻ കൽപ്പിക്കുന്നില്ല. This is contempt of court. You are sentenced to undergo 1 month imprisonment. ഇയാളെന്തോ ഒലത്തുന്ന പെണ്ണെന്നെ ചതിച്ചാന്ന് പറഞ്ഞിട്ടു. എന്തായാലും ഭാമ കലക്ക് കേട്ടോ. അത് പിന്നെ എന്റെ മോളല്ലേ, മിടുക്കി അല്ലാതിരിക്കോ? അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. സാറേ ഇവിടെ ലോയാ പഠിച്ചിരിക്കുന്നത് അറിയാമോ? നീ ജയിച്ചുല്ലേ? പിന്നെ ജയിക്കാതെ ഇവൾ എന്റെ മോളാ. ജയിക്കും. ജയിച്ചോട്ടെ. ഏത് കോടതിയിൽ എന്ത് ശിക്ഷ വിധിച്ചാലും പാർത്ഥൻ തോൽക്കില്ലടി. നാട്ടുകാർക്ക് വേണ്ടി മാത്രമേ എന്തും ഏതും ഇന്നേ വരെ പാർത്ഥൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് വേണ്ടിയും ചിലത് ചിന്തിക്കാൻ പോവാ. എന്നെ ചതിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ നീ ക്ഷേത്രമുറ്റത്ത് വെച്ചൊരു പാഴ്വാക്ക് പറഞ്ഞിരുന്നു. അഷ്ടമി രോഗിണിക്ക് നട തുറക്കുമ്പോ പാർത്ഥേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു. അത് പാഴ്വാക്കാവില്ലടി, ഓർത്തോ നീ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇത് നടക്കില്ല. നടക്കും. പാർത്ഥൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നടക്കും. സദാശിവൻ പിള്ള മരിച്ചതിന് ശേഷം ഈ കുടുംബം നോക്കാനും പാർത്ഥനെ പഠിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്നുമല്ല ഇയാൾ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തത്. അതിപ്പോ പലിശയുടെ പലിശയൊക്കെ കൂടി എടുത്താ പൊങ്ങാത്ത തുകയായി. അത് മടക്കി കിട്ടാതെ എനിക്കിനി നിവൃത്തിയില്ല. പഠിച്ചു കഴിഞ്ഞൊരു തൊഴിൽ കിട്ടിയാൽ കടം അവൻ തീർത്തോളൂ എന്നായിരുന്നു എന്റെ കണക്കൂട്ടൽ. അലാസ് എല്ലാം ചളകുളവായി എന്ന് മാത്രമല്ല ഞാനിപ്പോ അവന്റെ ശത്രു കൂടിയായി. ഞാൻ എങ്ങനെ കൊടുക്കും? എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഒരുറപ്പിനായി നിന്റെ വീടിന്റെ ആധാരം ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞ്? സ്വന്തം പെങ്ങളെ സഹായിക്കാൻ ഈട് തരണോന്ന്. എന്റെ പണമാണെ ഞാൻ ചോദിക്കോ? ആധാരം ഇപ്പം ഇയാടെ കയ്യില. ഇനി എന്താ കാര്യങ്ങൾ വേണ്ടത് നീ തീരുമാനിക്കും. എന്തെങ്കിലും പറഞ്ഞോണ്ടായോ? ഇനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ, ഈ വീട് ഒഴിഞ്ഞു തരും. അത്ര തന്നെ. എന്താ പ്രശ്നം? ഇല്ലാത്ത സമയം നോക്കി വരട്ടാൻ വന്നിരിക്കാ രണ്ടാളും കൂടെ. ഓഹോ, തമ്പിയങ്കുന്നേ MLA സാറേ, പാർത്ഥൻ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് വരട്ടൊക്കെ അങ്ങ് കവലെ മതി. ഇതിനകത്ത് കയറുള്ള കളി വേണ്ട. ഞാൻ ഞൂലും തലപൊക്കി തുടങ്ങി. നിന്നെയൊക്കെ കാണിച്ചു കണ്ടാ മതി. ആരോഗ്യമുള്ളവനാ. എടോ തമ്പി, താൻ ഈ ഇട്ടാവട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും സ്വന്തം ഭാര്യയുടെ പ്രസവരക്ഷയ്ക്ക് വന്നവളെ ഭാര്യയാക്കി വെച്ചിരിക്കുന്നു എന്നൊരു കിംവദന്തി കൂടിയുണ്ട്. സൂക്ഷിക്കണം. അസൂയക്കാര് പറയുന്നത് പോലെ കയ്യിലിരിപ്പ് കൊണ്ട് ജനപിന്തുണ കുറഞ്ഞു വരുന്ന ഒരു MLA ആണ് ഞാൻ. ഈ പദവി കൂടി കയ്യിൽ നിന്ന് പോയാ പിന്നെ നമുക്ക് ഈ നാട്ടിൽ പുല്ലിന്റെ വില പോലും കാടില്ല. ഇപ്പൊ തന്നെ നാട്ടുകാർ അവന്റെ ഒപ്പമാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനകത്തായിരിക്കുന്ന ഈ തക്കം നോക്കി വേണം നമ്മൾ തുറപ്പിച്ചിട്ട് ഇറക്കാനെന്ന്. ഇങ്ങനെ ഗീർവാണിച്ചോണ്ടിരിക്കാതെ തുറപ്പിയിട്ട് എന്താണെന്ന് പറ. അവനോടൊപ്പം നിൽക്കുന്ന നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കണം. അടുപ്പിക്കാം? എങ്ങനെ? ക്ഷേത്രഭരണത്തെ ചൊല്ലി തന്നോട് അംഗം കുറിച്ചിരിക്കുന്ന അവന് കൂട്ട് ആ സുലൈമാനല്ലേ? ഹിന്ദുക്കളുടെ ക്ഷേത്രകാര്യത്തിൽ ഒരു ഇസ്ലാം തലയിടുന്നു എന്ന് പറഞ്ഞു വരുത്തി ഒരു വർഗീയ കലാപത്തിന്റെ വിത്തെറിയണം. വേണ്ടി വന്നാൽ ഒരു ചെറിയ ബോംബും. ജയിലിൽ നിന്ന് പുറത്തു വരുന്ന അവന് നോവണം. അവന് പ്രിയപ്പെട്ട ചിലരെയൊക്കെ എന്നേക്കുമായി അവൻ നഷ്ടപ്പെടണം. പോവല്ലേ? പോവല്ല, ഇനിയും വരും. വേണ്ട മോനെ. അത് പറ്റില്ലല്ലോ കൃഷ്ണേട്ട. ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൽ ജയിലുകൾക്കുള്ള സ്ഥാനം വളരെ വലുതല്ലേ? ജയിലുകൾ ശൂന്യമായ പിന്നെ ജനാധിപത്യത്തിന് എന്താ പ്രസക്തി? ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും ജയിലുകൾ നിറഞ്ഞിട്ടല്ലേ? അതുകൊണ്ട് നാട്ടു നന്മയ്ക്ക് വേണ്ടി പാർത്ഥൻ ചിലപ്പോ ഇനിയും വന്നിരിക്കും. കേട്ടോ? എന്താ പൂങ്കുടി നീ ഒറ്റയ്ക്ക്? അതേ, നമ്മുടെ ചങ്ങാതികളൊക്കെ അവിടെ. എന്താ നീ വല്ലാതിരിക്കുന്നു? പാർത്ഥേട്ടൻ വാ, എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. ഇല്ല, ഇവിടെ വെച്ച് പറയേ. അവനെവിടെ സുലൈമാൻ? വാ പോകാം. പറയാനല്ലേ പറഞ്ഞത്. എന്താ സംഭവിച്ചത്? മാറ്. എടേ, ഞാൻ പറഞ്ഞു ഇപ്പൊ പറയില്ലാന്ന്. കേൾക്കണമെങ്കിൽ വീട്ടിലേക്ക് വാ, എന്നാലേ ഞാൻ പറയൂ. വരാൻ.
പെൺകുടി എന്താ ഇവിടെ? നിന്നോടാ ചോദിച്ചത്. വീട്ടിൽ ചെല്ലട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താ എന്താ മാളു? എന്തിനാ നീ കരയുന്നത്? ഇവിടെ എന്താ ഉണ്ടായത്? കുഞ്ഞിക്കാതർ എവിടെ? എന്റെ മോൻ പോയി മോനെ. എന്റെ കാതർ കുട്ടി പോയി. എന്ത് തെറ്റാവും ചെയ്തത്? സുലൈമാനെ പറയേ, എന്താ ഇവിടെ ഉണ്ടായത്? എടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ജയിലിലായത് ആ തമ്പിയും കൂട്ടർ നല്ലതുപോലെ ആഘോഷിച്ചു. ക്ഷേത്ര തർക്കത്തിൽ നിന്നോടൊപ്പം നിൽക്കുന്നത് ഞാനാണെന്നും പറഞ്ഞു എല്ലാത്തിനും ഒരു വർഗീയത്തിലുള്ള നിറം കൊടുത്തു. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഒന്നിച്ചു കഴിയുന്ന മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ അവർ രണ്ട് തട്ടിലാക്കി തമ്മി തല്ലിച്ചു. കൊന്നു മോനെ, അവരെന്റെ മോനെ കൊന്നു. സുലൈമാനെ, ഭ്രാന്തായോ? അതേടാ, എനിക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്ത് പിടിക്കും ഇനി ഇതിവിടെ ഇരുന്ന. ഈ നാടിന്റെ നാശത്തിനും ദുരന്തത്തിനും ഒക്കെ കാരണം ഈ ഒരൊറ്റ വിഗ്രഹമാണ്. ഈ വിഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഇവിടെ ക്ഷേത്രമുള്ളൂ. നാട്ടുകാരെ തമ്മിലെടുപ്പിക്കാനും നാശം വിതയ്ക്കാനും എന്തിനാടാ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം? എന്റെ അമ്മാവനും കൂട്ടർക്കും കട്ടുമുടിക്കാൻ വേണ്ടി മാത്രമോ? കൊണ്ട് കളയാൻ പോവാണ് ഞാനിത് എവിടെയെങ്കിലും. അരുത്, നിനക്ക് വിശ്വാസമില്ലെങ്കിലും ഈ നാട്ടുകാർ ആരാധിക്കും ദൈവമായത്. എനിക്ക് വിശ്വാസമില്ലാണ്ടാക്കിയത് ഈ ദൈവം തന്നെയാ. എന്നും രണ്ടു നേരം ഈ നടക്കൽ വന്ന് പ്രാർത്ഥിച്ച് കൃഷ്ണ കൃഷ്ണ എന്ന ഒറ്റ ചിന്തയുമായിട്ട് ജീവിച്ചിരുന്ന ആളായിരുന്നില്ല എന്റെ അച്ഛൻ. എല്ലാ 1-ാം തീയതിയും ഗുരുവായൂരിൽ ചെന്ന് തൊഴുതു മടങ്ങിയാലേ എന്റെ അച്ഛനൊരു ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലൊരു യാത്രയിൽ വാഹനാപകടത്തിൽ എന്റെ അച്ഛന്റെ ജീവനെടുത്തതും ഈ ദൈവം തന്നെയല്ലേ. അന്ന് തുടങ്ങിയതല്ലേ എന്റെ അമ്മയുടെ കണ്ണീര്. അന്ന് മുതൽ നശിക്കാൻ തുടങ്ങിയതല്ലേ എന്റെ ജീവിതം. ക്ഷേത്രഭരണം നടത്തി പൊന്നും പണ്ടവും കട്ടുമുടിച്ച് മതിച്ചു നടക്കുന്ന എന്റെ അമ്മാവനെ ഇപ്പോഴും പന പോലെ വളർത്തുന്നതും ഒന്നും അറിയാത്ത പാവം കുഞ്ഞിക്കാതറിന്റെ ജീവനെടുത്തതും ഒക്കെ ഈ ദൈവം തന്നെയല്ലേ. ഇത് ദൈവമല്ല, കണ്ണും മൂക്കും ഇല്ലാത്തൊരു പാഴ് വിഗ്രഹമാണ്. ഇതിവിടെ നിന്നും പോയേ പറ്റൂ, ഏത് നരകത്തിലേക്കെങ്കിലും.